മധുമേ, നീ ആ ചോറ് മുഴുവൻ തിന്ന് തീർക്കരുത്. ഉച്ചയ്ക്ക് ഞാനും ഉണ്ടാവും ഊണ് കഴിക്കാൻ. നിങ്ങളാണോ ഗോപിനാഥൻ? അതെ. ഒരു രജിസ്ട്രേഡ് ഉണ്ട്. മറിയച്ചെടുത്തി മായേ ഓടി വേണ ഇവ ഇവിടെ കിടന്ന് വിളിച്ചു കൂട്ടിയത് എങ്ങോട്ട് പോയി? ഒരു നല്ല കാര്യം പറയാൻ ഇവനെ കാണും. ഇവരിത് എവിടെ പോയി കിടക്കുക? എന്റെ അമ്മ ഗോപി, എന്താ? എനിക്ക് ജോലി കിട്ടി. എനിക്ക് SI ആയിട്ട് സെലക്ഷൻ കിട്ടി. പ്രിയപ്പെട്ട കള്ളിക്ക്, ഒരു സബ് ഇൻസ്പെക്ടർ ആകുക എന്നത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ മോഹമായിരുന്നു. ഏതാനും ദിവസങ്ങൾ കൂടി കഴിഞ്ഞാൽ എൻ്റെ ആ മോഹം പൂവണിയുകയാണ്. നീതിയും നിയമവും ലംഘിച്ച് നടന്നിരുന്ന ഞാനിപ്പോൾ ആ നീതിയും നിയമവും കാത്തു സൂക്ഷിക്കാൻ തീവ്ര പരിശീലനം നേടിക്കൊണ്ടിരിക്കുകയാണ്. ജീവിതത്തിൽ നമ്മൾ പല തെറ്റുകളും ചെയ്തിട്ടുണ്ട്. ഇനി ഒരിക്കലും ആ തെറ്റിലേക്ക് മടങ്ങിപ്പോരുത്. മാത്തൂരിനോട് ഇക്കാര്യം പ്രത്യേകം പറഞ്ഞ് മനസ്സിലാക്കണം. നായ്ക്കളെ വളർത്തിട്ട് മനുഷ്യന്റെ റോട്ടി കൂടെ നടക്കാൻ പറ്റില്ല. പോടാ. പോടാ പട്ടിയാണ്. നാടകം കഴിഞ്ഞ് കുടുംബത്തെ കയറാൻ സമ്മതിക്കില്ലേ ആശകള്? ചേട്ടത്തി, ഗോപിയുടെ കത്ത് വന്നു. അടുത്ത മാസം 12-ാം തീയതി ചാർജ് എടുക്കുന്നു. പെണ്ണിന്റെ ഒരു സന്തോഷം കണ്ടില്ലേ? പുതിയന് കുറച്ച് ചിക്കൻ കറിയും ചോറൊക്കെ ഉണ്ടാക്കി വെക്കണം. മോളെ മായേ, എന്താ ചേട്ടത്തി വിളിച്ചത്? നാടകം കളിച്ച് കിട്ടുന്നതിൽ മിച്ചം പിടിച്ച് ഒരു 2000 രൂപ വരെ ചിട്ടി ചേർന്നിരുന്നു. അത് ഇന്ന് കിട്ടി. മോള് കിത്തൂനും കൂട്ടിപ്പോയി 3/4 പവന്റെ ഒരു കുരിശുമാല വാങ്ങണം. അവന്റെ അമ്മ ഉണ്ടായിരുന്നെങ്കിൽ. കിത്തൂന് ഞാനില്ല ചേട്ടത്തി. അതാണ് മോളെ എൻ്റെ ഒരു സമാധാനം. മോൾക്ക് ഇഷ്ടപ്പെട്ടത് വാങ്ങിക്കൂ. അത് ഇട്ടിട്ട് വേണം അവനെയും കൊണ്ട് വേളാങ്കണ്ണിക്ക് പോവാൻ. അതെൻ്റെ ഒരു പ്രാർത്ഥനയാണ് മോളെ. ശരി. എന്താ ചേച്ചി? ആയിരിക്കുന്നതാ ശശികല. ഓ, ഇവളാണല്ലേ ചേച്ചിയെ കള്ളിയാക്കിയത്? മിണ്ടായിരിക്കേ. മേഡം, എന്താ വേണ്ട? 3/4 പവന്റെ ഒരു മാല വേണം. ആയിരിക്കും. നോക്ക്. എന്താ? ഇതിലൊരു മാല കുറവുണ്ടല്ലോ. അതല്ലേ തന്നത്? അതുകൂടാതെ ഒരെണ്ണം കൂടി കാണണം. എന്താ ബാബു? സാറേ, ഒരു മാല കാണുന്നില്ല. ആരും പുറത്തു പോരുത്. ഷട്ടർ ഇടറാ.
സാർ ഇവരെയാണ് സംശയം. അയ്യോ ഞാനെടുത്തില്ല. ബാഗ് പരിശോധിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ വനിതാ പോലീസിനെ വരുത്തി ഡീറ്റെയിൽ ആയിട്ട് പരിശോധിക്കേണ്ടി വരും. ഈ കുട്ടിയെ എനിക്ക് സംശയമില്ല സാർ. ഇത് പോലീസ് കമ്മീഷണർ മോളാ. അതൊന്നും കാര്യമാക്കണ്ട, എന്നെ ചെക്ക് ചെയ്തോളൂ. ഇതാ. സോറി, ഇതിനകത്തൊന്നുമില്ല. ഇനി നിങ്ങൾക്ക് എണ്ണം തെറ്റിയതാണോ? ഇല്ല സാർ, 7 മാല എടുത്ത് ഞാൻ കൗണ്ടറിൽ ഇട്ടതാ. ഇപ്പൊ 6 കാണുന്നുള്ളൂ. എവിടെന്നാ നിങ്ങൾ മാല എടുത്തത്? ഇതാ ഇവിടെ നിന്നാണ് സാർ. ആ, അതെന്താ കിടക്കുന്നത്? നിങ്ങൾ തന്നെ ശ്രദ്ധയില്ലാതെ മാല താഴെ കളഞ്ഞിട്ട് ബാക്കിയുള്ളവർ പഴിയായിരുന്നോ? സാർ അത് ഷട്ടപ്പ്. വെറുതെ ബാക്കിയുള്ളവർക്ക് പണി ഉണ്ടാക്കി വെക്കാൻ. ആഭരണങ്ങൾ വാങ്ങിക്കഴിഞ്ഞവർക്ക് വേണമെങ്കിൽ പോവാം. സത്യം പറഞ്ഞ ആദ്യം ഞാനും ഒന്ന് ഭയന്നുപോയി. എന്റെ ബാഗ് പരിശോധിക്കുമ്പോൾ ഗോപിയുടെ മുഖത്തെ ഗൗരവം ഒന്ന് കാണേണ്ടതായിരുന്നു. ആ, ഗൗരവം വേണം. പോലീസിന്റെ കുപ്പായ അണിഞ്ഞ ഏത് പഞ്ചപാവത്തിന്റെ മുഖത്തും ഗൗരവം താനേ വരും. നാടകത്തിലാണെങ്കിലും ആ കുപ്പായം ഞാൻ ഒരുപാട് അണിഞ്ഞിട്ടുള്ളതാ. ദേ ഗോപി വന്നല്ലോ. ഈ വേഷത്തിൽ നിന്നെ ഒന്ന് കാണാൻ ഞാൻ കൊതിച്ചിരിക്കായിരുന്നു. കൊള്ളാം, എന്തൊരു ഗമ. ഇപ്പൊ വരൂ എന്നും പറഞ്ഞ് നോക്കിയിരിക്കാൻ തുടങ്ങിയിട്ട് സമയം എത്രയെന്നറിയോ? എന്ത് ചെയ്യാനാ ചേട്ടത്തി? ചാർജ് എടുത്ത് കഴിഞ്ഞപ്പോ തന്നെ വളരെ ചീപ്പായ ഒരു കേസിനെ കുറിച്ച് അന്വേഷിക്കേണ്ടി വന്നു. അതാ വൈകിയത്. മായ എന്നോട് എല്ലാം പറഞ്ഞു. ആ, നിങ്ങൾ സംസാരിച്ചിരിക്കും, ഞാൻ പോയി ഊണ് വിളമ്പട്ടെ. ഇവിടെ വരുമ്പോഴെങ്കിലും ഗോപി സാറിന്റെ മുഖത്ത് ഗൗരവം ഒന്ന് കുറച്ചുകൂടെ? മായ ചെയ്തത് ഒട്ടും ശരിയായില്ല. അതിന് ഞാനെന്താ ചെയ്തേ? ആ മാല ശശികലയുടെ ബാഗിൽ എങ്ങനെ വന്നു? ശശികലയുടെ ബാഗിലോ? അത് താഴേന്നല്ലേ കിട്ടിയത്? അല്ല, ശശികലയുടെ ബാഗിൽ നിന്നും ഞാനാണ് ആ മാല എടുത്ത് കൗണ്ടറിനടിയിലിട്ടത്. ഓഹോ, അപ്പൊ ശശികലയെ മനഃപൂർവ്വം രക്ഷിക്കായിരുന്നല്ലേ? ശശികലയുടെ ബാഗിൽ മാല കണ്ടപ്പോ ഗോപി എന്തുകൊണ്ട് അവളെ അറസ്റ്റ് ചെയ്തില്ല? പഴയ സംഭവത്തിന് നീ ശശികലയോട് പ്രതികാരം ചെയ്തതാണെന്ന് മനസ്സിലാക്കിയതുകൊണ്ട്. ഒന്നും അറിയാതെ എന്നെ കുറ്റപ്പെടുത്തരുത്. എനിക്ക് ആരോടും പ്രതികാരമൊന്നുമില്ല. കള്ളത്തരം എന്നോട് പറയരുത്. ജോയിൻ ചെയ്ത് അന്ന് തന്നെ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായതിൽ എനിക്ക് ലജ്ജയുണ്ട്. എന്തിനാ ലജ്ജിക്കുന്നേ? കമ്മീഷണറുടെ മോളുടെ മുന്നിൽ ഷൈൻ ചെയ്യാൻ കിട്ടിയ അവസരം ശരിക്കും വിനിയോഗിച്ചില്ലേ? ഷട്ടപ്പ്. വൃത്തികേട് കാണിച്ചിട്ട് നിന്ന് ന്യായീകരിക്കുന്നു. നീ തന്നെയാണ് ആ മാല മോഷ്ടിച്ചെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതെ, കളവ് നടത്തിയിരുന്നവൻ പോലീസ് ആയാൽ അവന്റെ കണ്ണിൽ എല്ലാവരും കള്ളന്മാരായിട്ട് തോന്നും. ഊണ് കഴിച്ചിട്ട് പോവാൻ മോനെ. ചേച്ചി, ചേച്ചി പണ്ട് കള്ളിയാക്കിയ ആ പെണ്ണിന്റെ ബാഗിൽ ഞാനാ മാല എടുത്തിട്ടത്. അവളെയും കള്ളിയാക്കാൻ വേണ്ടി ഞാൻ ചെയ്തതാ.